ദീർഘകാലമായിട്ട് 10-20 വർഷത്തിലേറെയായിട്ട് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് യൂത്ത് കോൺഗ്രസിനും അതോടൊപ്പം തന്നെ KSUവിനും നേതൃത്വം നൽകുന്ന ഒരു പ്രമുഖ വ്യക്തിയാണ് ശ്രീ ഷൈൻലാൽ. അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ സ്വീകരിച്ചിരിക്കുകയാണ്. ഏറെക്കാലമായി കോൺഗ്രസിന്റെ വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി വരെ സജീവമായി രാഷ്ട്രീയ രംഗത്ത് നിന്നിരുന്ന ആളാണ്. മാറാത്തത് ഇനി മാറും എന്ന് ഒരു മുദ്രാവാക്യം ആണ് മുമ്പോട്ട് വെച്ചത്. ഈ ഒരു യൂത്ത് ടീം വരുന്നത് ഇതിൻ്റെ ഒരു തെളിവായിട്ടാണ് ഞാൻ കാണുന്നത്. നമസ്കാരം. തിരുവനന്തപുരം ജില്ലയിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹികളായി പ്രവർത്തിച്ച നിരവധി യുവാക്കൾ ഇപ്പോൾ BJPയിലേക്ക് ചേക്കേറുകയാണ്. അതിൻ്റെ ചടങ്ങുകളാണ് ഇപ്പോൾ BJP സംസ്ഥാന ഓഫീസിൽ നടക്കുന്നത്. എന്തായാലും ഈ ഒരു ചടങ്ങിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഈ യുവാക്കളെ BJPയിലേക്ക് സ്വാഗതം ചെയ്യുന്ന ചടങ്ങ് അല്പസമയത്തിന് ശേഷം ഇപ്പോൾ ആരംഭിക്കും. പാർട്ടിയിലേക്ക് പുതുതായിട്ട് വന്ന ചില നേതാക്കന്മാരെ സ്വീകരിക്കുന്ന ചടങ്ങുണ്ട്. നമ്മുടെ വേദിയിൽ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ, പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ MD രമേശ്, ശ്രീ P സുധീർ, പാർട്ടിയുടെ സോഷ്യൽ മീഡിയ പ്രഭാരി ശ്രീ അനൂപ് ആന്റണി, പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗം ശ്രീ ഷോൺ ജോർജ് എന്നിവർ സന്നിഹിതരാണ്. നമ്മുടെ ഈ പത്രസമ്മേളനം ആരംഭിക്കുന്നതിന് മുമ്പായി പുതുതായിട്ട് പാർട്ടിയിൽ അംഗത്വമെടുക്കുന്ന നേതാക്കന്മാരെ സ്വീകരിക്കുന്നതിനായി പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖരനെ ക്ഷണിക്കുന്നു. അഡ്വക്കേറ്റ് ഷൈൻലാൽ തിരുവനന്തപുരം പാർലമെന്റിൽ സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം മത്സരിച്ചിരുന്നു. ദീർഘകാലമായിട്ട് 10-20 വർഷത്തിലേറെയായിട്ട് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് യൂത്ത് കോൺഗ്രസിനും അതോടൊപ്പം തന്നെ KSUവിനും നേതൃത്വം നൽകുന്ന ഒരു പ്രമുഖ വ്യക്തിയാണ് ശ്രീ ഷൈൻലാൽ. അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ സ്വീകരിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിനോടൊപ്പം യൂത്ത് കോൺഗ്രസ് KSU നേതാക്കന്മാരായിട്ടുള്ള ശ്രീ നിതിൻ SB, അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ കോവളം മണ്ഡലം പ്രസിഡന്റാണ് നിലവിൽ. അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ ശ്രീ നിതിൻ MR, യൂത്ത് കോൺഗ്രസിന്റെ രാജാജി നഗർ യൂണിറ്റ് പ്രസിഡന്റും യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റി മെമ്പറുമായിരുന്ന ശ്രീ നിതിൻ MR, ശ്രീ ആൽഫ്രഡ് രാജ്, KSUവിന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ ആൽഫ്രഡ് രാജ്, അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യും. ശ്രീ അമൽ സുരേഷ്, യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ, മണ്ഡലം പ്രസിഡന്റ് എന്ന നിലയിലും അതോടൊപ്പം തന്നെ വാർഡ് വൈസ് പ്രസിഡന്റ് മുതൽ മണ്ഡലം പ്രസിഡന്റ് വരെ പ്രവർത്തിച്ച അമൽ സുരേഷ്. ശ്രീ അഖിൽ രാജ് PV, അരുവിക്കര മണ്ഡലം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായിരുന്ന ശ്രീ അഖിൽ രാജ് PV, അദ്ദേഹത്തെയും ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് സ്വാഗതം ആശംസിക്കും. ഇത് ഒരു തുടക്കം മാത്രമാണ്. തിരുവനന്തപുരത്തെയും കേരളത്തിലെയും യൂത്ത് കോൺഗ്രസിന്റെ നിലപാടുകളിൽ പ്രതിഷേധിച്ചുകൊണ്ട്, കോൺഗ്രസിന്റെ നിലപാടുകളിൽ പ്രതിഷേധിച്ചുകൊണ്ട് നൂറുകണക്കിന് യുവാക്കൾ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വരുന്നതിന്റെ ഒരു സമാരംഭമാണ് ഷൈൻലാലിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ അനന്തപുരിയിൽ നടക്കുന്നത്. എല്ലാവരെയും ഈ ഭാരതീയ ജനതാ പാർട്ടി എന്ന മഹാപ്രസ്ഥാനത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യും. ഷൈൻലാലിനോടൊപ്പം ഇനിയും ഏറെ പ്രവർത്തകർ ഇവിടെ സന്നിഹിതരാണ്. അവരുടെ ലിസ്റ്റ് കിട്ടാത്തത് കൊണ്ട് അവരിൽ ഓരോരുത്തരെയായിട്ട് ഷൈൻലാൽ തന്നെ വിളിക്കുമോ അതോ ഞാൻ വിളിക്കണം? അതിൽ ഓരോരുത്തരായിട്ട് വേദിയിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഷൈൻലാലിനോടൊപ്പം വന്ന ഓരോരുത്തരും വേദിയിലേക്ക് വരിക. ശരത് ലാൽ, ശ്രീ ശരത് ലാലിന്റെ പാർട്ടിയുടെ സമരാധീനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ ശ്രീ സജീവ്, യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരായിട്ടുള്ള ശരത് ലാൽ, സജീവ്, സതീഷ് ബാബു, അരുൺ കുമാർ, വിഷ്ണു, യൂത്ത് KSUവിന്റെ വിഷ്ണു, സിജി, അജിത് ലാൽ, മഹേഷ്, സുമൻ, യൂത്ത് കോൺഗ്രസിന്റെ സുമൻ,
തുടങ്ങി ശ്രീ ഷൈൻലാലിനോടൊപ്പം എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, യൂത്ത് കോൺഗ്രസിൽ ദശാബ്ദങ്ങളായിട്ട് യൂത്ത് കോൺഗ്രസിലും KACയിലും പ്രവർത്തിച്ച സഹപ്രവർത്തകർ ഓരോരുത്തരെയും ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മിഥുൻ, അഭിലാഷ്, എല്ലാവർക്കും സഹർഷം പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. സ്നേഹബഹുമാനമുള്ള BJPയുടെ ആരാധനായ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ്ജി, മറ്റ് മാധ്യമ സുഹൃത്തുക്കളെ, BJPയുടെ സദസ്സിലും വേദിയിലുമുള്ള പ്രിയപ്പെട്ടവർ, ഏറെക്കാലമായി കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി വരെ സജീവമായി രാഷ്ട്രീയ രംഗത്ത് നിന്നിരുന്ന ആളാണ്. ഗ്രൂപ്പ് രാഷ്ട്രീയങ്ങൾക്കെതിരായി ശബ്ദമുയർത്തിയതിൻ്റെ ഭാഗമായി ഒറ്റപ്പെട്ടുപോയ എന്നെപ്പോലെ ഒരുപാട് ചെറുപ്പക്കാർക്ക് ജോലി ചെയ്യുന്നവന് കൂലി കിട്ടും എന്ന വിശ്വാസത്തിൽ പ്രവർത്തിക്കാൻ പറ്റിയ വലിയൊരു വേദിയായി BJPയിൽ സ്പേസ് ഉണ്ടാകും എന്ന വിശ്വാസത്തിലാണ് ഞാൻ ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്നത്. ഇന്ത്യയുടെ ആരാധ്യനായ പ്രധാനമന്ത്രി ഇന്ത്യയുടെ വികസനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിന്റെ വികസന പദ്ധതികൾക്ക് വളരെ ഊന്നൽ കൊടുത്തുകൊണ്ട് ആരാധ്യനായ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ വികസനങ്ങൾക്ക് ഊന്നൽ കൊടുക്കുമ്പോൾ അതിനോടൊപ്പം ചുക്കാൻ പിടിക്കാൻ കൂടെ ഒരു പ്രവർത്തകനായി എന്നും ഉണ്ടാകുമെന്ന് മാത്രം ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് എന്നോടൊപ്പം BJPയിലേക്ക് വന്ന എല്ലാ പ്രവർത്തകർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള സ്വാഗതവും ഇങ്ങനെ ഒരു വേദി ഒരുക്കിയ BJPയുടെ സംസ്ഥാന കമ്മിറ്റിക്ക് എൻ്റെ നന്ദി രേഖപ്പെടുത്തി. ജയ് ഹിന്ദ്. ആദ്യം എനിക്ക് പറയാനുള്ളത്, ഈ കഴിഞ്ഞ ഏപ്രിൽ 21 മുതൽ മെയ് ഒരു 10-12 വരെ നടന്ന വികസിത കേരളം കൺവെൻഷൻ 30 ജില്ലയിൽ ഞാൻ പോയി ഈ വികസിത കേരള കൺവെൻഷനിൽ പങ്കെടുത്തു, സംസാരിച്ചു. ഇതിൽ ഞങ്ങൾ പറഞ്ഞത് മാറാത്തത് ഇനി മാറും എന്ന് ഒരു മുദ്രാവാക്യം ആണ് മുമ്പോട്ട് വെച്ചത്. വികസനം കൊണ്ടുവരാൻ BJPൻ്റെ ഒരു കാഴ്ചപ്പാട്, അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഒരു അവസരം ആയിട്ടാണ് ഞങ്ങൾ വികസിത കേരളം കൺവെൻഷൻ അറേഞ്ച് ചെയ്തത്. അത് കഴിഞ്ഞ് ഞാൻ മനസ്സിലാക്കുന്നതും എനിക്ക് കിട്ടിയ ഫീഡ്ബാക്കും, നമ്മുടെ യൂത്തിൽ ഈ വികസിത കേരളം എന്ന് പറഞ്ഞ ഒരു കാഴ്ചപ്പാടിൻ്റെ ഏറ്റവും വലിയൊരു പങ്കാളിയായ ഒരു യൂത്ത് സെഗ്മെൻറ്റ് BJPൻ്റെ ഈ ഒരു പുതിയ കാഴ്ചപ്പാടിൻ്റെ ഒപ്പം അവർ വരാനും അവർ പങ്കാളിയാവാനും അവർക്ക് ഒരു വളരെ എൻതൂസിയാസം ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ വികസിത കേരളം, അപ്പോൾ ഇന്ന് ഷാഹിൻ ലാലും അദ്ദേഹത്തിൻ്റെ ഒപ്പം ഈ ഒരു യൂത്ത് ടീം വരുന്നത് ഇതിൻ്റെ ഒരു തെളിവായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ വികസിത കേരളം എന്ന കാഴ്ചപ്പാട് ഒരു മുദ്രാവാക്യം മാത്രമല്ല, ഇത് പാർട്ടീൻ്റെ ഒരു ദൗത്യവും ഒരു ലക്ഷ്യവുമാണ്. ഇത് ജനങ്ങൾക്ക് വേണ്ട ഒരു മാറ്റമാണ്. അപ്പോൾ ഈ വികസിത കേരളം എന്ന ഒരു പ്ലാങ്ക് ആണ് ഞങ്ങൾ ഈ ലോക്കൽ ബോഡി ഇലക്ഷന്, അത് കഴിഞ്ഞിട്ട് അസംബ്ലി ഇലക്ഷനും ഞങ്ങളുടെ ഒരു പൊളിറ്റിക്കൽ പ്ലാങ്കും ഞങ്ങളുടെ ഒരു രാഷ്ട്രീയ പ്ലാങ്കായിട്ട് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഇതുവരെ ചെയ്ത നരേന്ദ്രമോദിജീൻ്റെ സർക്കാരിൻ്റെ കാര്യങ്ങളും പ്രോജക്ട്സും പദ്ധതികളും ചെയ്യാൻ ആഗ്രഹിക്കുന്ന, ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ ചെയ്യാൻ
ഇൻവെസ്റ്റ്മെൻറ്റും തൊഴിൽ സ്കില്ലിംഗ് അതിനെക്കുറിച്ച് ഞങ്ങൾ ഈ വരുന്ന മാസത്തിൽ ജനങ്ങൾ മുമ്പോട്ട് വയ്ക്കും. ഈ യൂത്ത് BJPൻ്റെ ഈ വികസിത കേരളത്തിൻ്റെ പങ്കാളിയായിട്ട് നമ്മുടെ ഈ വികസിത കേരളം സൃഷ്ടിക്കും എന്നാണ് എൻ്റെ ഒരു ബിലീഫ്. എന്തായാലും യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ ഭാരവാഹികളായി പ്രവർത്തിച്ച നിരവധി യുവാക്കളാണ് BJPയിലേക്ക് ഇപ്പോൾ ചേർന്നിരിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ നിരവധി യുവാക്കൾ BJPയിലേക്ക് എത്തിച്ചേരുമെന്നാണ് സംസ്ഥാന അധ്യക്ഷൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.